അസിഡിറ്റി എളുപ്പത്തിൽ മാറ്റാനൊരു വഴി പറഞ്ഞു തരാം. നമുക്കെല്ലാവർക്കും പരിചിതമാണ് ചെറുനാരങ്ങ. ചെറുനാരങ്ങയ്ക്ക് അനവധി ഗുണങ്ങളുണ്ട്. നാരങ്ങായും നാരങ്ങയുടെ ഇലയും എല്ലാം ഔഷധ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ്. അതിൽ നമുക്ക് അസിഡിറ്റിക്ക് വേണ്ടി ചെറുനാരങ്ങ നമുക്ക് ഇലയാണ് ഉപയോഗിക്കുന്നത്. സാധാരണ നമുക്ക് വയറിന് മറ്റ് അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് ചെറുനാരങ്ങയുടെ നീരാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് അസിഡിറ്റി വരുമ്പോൾ ഒരു എളുപ്പത്തിൽ നമ്മുടെ ആ ഗ്യാസ് ട്രബിളിൻ്റെ പ്രോബ്ലം പെട്ടെന്ന് മാറും. അതിലൊരു ഈ ഡ്രിങ്ക് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി, പെട്ടെന്ന് നമുക്ക് അസിഡിറ്റി മാറി കിട്ടും. അതിനായിട്ട് നമുക്ക് വേണ്ടത് നാരകത്തിൻ്റെ ഇല വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളതാണ്. നാരകത്തിൻ്റെ ഇല വേണം. പിന്നെ നമുക്ക് വേണ്ടത് ചായപ്പൊടി വേണം. പിന്നെ ഈ ചായപ്പൊടിയുടെ കമർപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര, ഇത്രയും മതി. അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ നാരങ്ങയുടെ ഇല തിളപ്പിക്കാനായിട്ട് അല്പം വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം. വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ച് വന്നപ്പോൾ ഞാൻ നാരകത്തിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. ഇലയിട്ട് നല്ലവണ്ണം ഒരു 5 മിനിറ്റ് തിളക്കണം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ തേയിലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഒത്തിരി ആയാൽ ഭയങ്കര കമർപ്പ് വരും. 1/4 ടീസ്പൂൺ തേയിലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തിളച്ച് വന്നു കഴിയുമ്പോൾ നല്ലവണ്ണം തിളച്ച് അതിൻ്റെ ഇലയുടെ സത്ത് അതിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് പതിയെ ഓഫ് ചെയ്യുക. പിന്നെ അത് അല്പനേരം വെക്കുക, അത് തണുക്കാനായിട്ട് വെക്കുക. ചെറുതായിട്ട് ചെറിയ ചൂടോടുകൂടി നമ്മളിത് എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസിഡിറ്റിക്കൊക്കെ വളരെ നല്ലതാണ്. അധികം ചൂടോടെ നമുക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. ചെറിയ ചൂടോടെ അത് ചായ തിളപ്പിച്ച് ഞാൻ കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ചെറിയ ചൂടോടുകൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ചെറിയ ചൂടോടുകൂടി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിന് നല്ല ആശ്വാസം കിട്ടും. അതല്ല വെറുതെ കുടിക്കുവാനും നല്ലതാണ്. നല്ലൊരു ലെമൺ ഫ്ലേവറോടുകൂടി ഉള്ള ബ്ലാക്ക് ടീ ആണ്. നമുക്ക് വെറുതെ കുടിക്കുവാനും വളരെ നല്ലതാണ്. ഈ അസിഡിറ്റി പ്രോബ്ലം ഒക്കെ എപ്പോഴെങ്കിലും വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഗുണം നമുക്കിതിന് കിട്ടും.